അസ്സലാമു അലൈക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉസ്താദ്, ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയി. സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും. കേരളക്കരയിലെ പ്രമുഖ പണ്ഡിതനും വാഗ്മിയും അതോടൊപ്പം ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഭയവും സ്നേഹവും നിറച്ച പ്രഭാഷകനായിരുന്നു ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ സാറാ ബീവിയാണ് കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായത്. ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു: എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ സാറാ ബീവി അല്പസമയം മുമ്പ് മരണപ്പെട്ടു. ഖബറടക്കം നാളെ രാവിലെ 10 മണിക്ക് പത്തനാപുരം ഇടത്തറ മുസ്ലിം ജമാഅത്തിൽ. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതായിരുന്നു ഉസ്താദിൻ്റെ ആ ഒരു കുറിപ്പ്. കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂരിൽ ഒരു പ്രഭാഷണത്തിൻ്റെ ആ ഒരു വേദിയിലേക്ക് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി എന്നുള്ളൊരു വാർത്ത അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്ക് എത്തുന്നത്. തലേ ദിവസം പോലും ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം വാങ്ങിയാണ് അദ്ദേഹം പ്രഭാഷണത്തിനായി യാത്ര തിരിച്ചത്. മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ തന്നെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉമ്മയുടെ മരണവാർത്ത ഡോക്ടർ ഉസ്താദിനെ വിളിച്ചറിയിക്കുകയാണ്. ആ പ്രസംഗത്തിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടുകഴിഞ്ഞാൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. നമ്മൾ ഈമാനോടുകൂടി വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന്. എൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അൽഹംദുലില്ലാ, എനിക്ക് ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വഅദ് പറയാൻ കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ഇത്രയും ജീവിതത്തിൽ എത്രയോ വഅദ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ് വഅദ് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയ ഒരു നിമിഷം. ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിൽ സ്ഥലത്ത് വഅദിന് വേണ്ടി വന്നു. വഅദിന് സ്റ്റേജിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അറ്റാക്ക് വന്നു മരിച്ചു എന്ന വാർത്ത ഞാൻ കേട്ടത്. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ സംഘാടകർ ഉൾപ്പെടെ പറഞ്ഞു ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വഅദ് പറഞ്ഞിട്ടേ പോകൂ. അന്ന് പയ്യന്നൂര് വെച്ച് വഅദ് പറഞ്ഞു. അൽഹംദുലില്ലാ, ദുആയും ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. മറക്കാൻ കഴിയാത്ത ഒരു ദിവസം, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അള്ളാഹു ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എൻ്റെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത 2ാമത്തെ ദിവസം ഇന്നാണ്. ഇന്നും കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ വഅദിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിന്റെ തൊട്ടുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വഅദിന് കയറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വഅദിന് കയറിയത്. എന്നോട് സംഘാടകർ ചോദിച്ചു, ഉസ്താദ് എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഅദ് പറയും ഇൻഷാ അല്ലാഹ്. മരിച്ച വീട്ടിൽ കയറണോ? ഞാൻ അപ്പോഴും പറഞ്ഞു കയറണം. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോണെടുത്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇന്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മാനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലെന്തോ വല്ലാത്തൊരു തോന്നൽ. ഉമ്മാനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എൻ്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ. എനിക്കത് കേട്ടപ്പോ, ആ മരണവാർത്ത കേട്ടപ്പോ എല്ലാരും എൻ്റെ മുഖത്ത് നോക്കി. എൻ്റെ കൂടെ നിന്നവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എൻ്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം, ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഉസ്താദ് ഇതിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ടാകും. അതുപോലെ കഴിഞ്ഞ ദിവസം എന്നുള്ളത് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. അദ്ദേഹം ആദ്യം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇതുപോലെ ഒരു പ്രഭാഷണത്തിൻ്റെ വേദിയിലേക്ക് കയറുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അറ്റാക്ക് വന്നുകൊണ്ട് മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്ത അദ്ദേഹം കേൾക്കുന്നത്. നമ്മുടെ കാതുകളിലേക്ക് ഇത്തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വേദന കൊണ്ട് തളർന്നു പോകാറുണ്ട്.
പക്ഷേ ഇവിടെ ഉസ്താദ് തളർന്നില്ല. ആ ഒരു വാർത്തയറിഞ്ഞ് സംഘാടകർ ഉസ്താദിനോട് വീട്ടിൽ പോകാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹം അത് വേണ്ട എന്ന് വെക്കുകയും അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടേ പോകൂ എന്ന് പറയുകയും ചെയ്യുന്നു. ആ ഒരു ദിവസം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. എന്നാൽ വീണ്ടും ആ ഒരു ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിനെ തേടി മറ്റൊരു മറക്കാനാവാത്ത ഒരു ദിവസം കൂടി വന്നെത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസമായിരുന്നു. കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രഭാഷണത്തിൻ്റെ വേദിയിൽ കയറുന്ന സമയത്ത് അദ്ദേഹം അന്ന് കേട്ടത് തൻ്റെ ജ്യേഷ്ഠൻ്റെ മരണവാർത്തയായിരുന്നുവെങ്കിൽ, കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു പ്രഭാഷണത്തിൻ്റെ വേദിയിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചത് തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മരണവാർത്തയായിരുന്നു. ഈ ലോകത്ത് മറ്റാരേക്കാളും നമ്മളെല്ലാവരും ഏറ്റവും കൂടുതലും സ്നേഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെയാണ്. ഉമ്മയുടെ നഷ്ടം എന്നുള്ളത്, അതിൻ്റെ ആഘാതം, അതിൻ്റെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സ്വന്തം ഉമ്മ മരണപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കുമ്പോഴും ആ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് പ്രബോധനം നടത്തുകയാണ്. എന്തൊരു ക്ഷമയാണത്! ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമിനും വേണ്ടത്. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വലിയ പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ നാം കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ അതിലെല്ലാം തളരാതെ, ഇതെല്ലാം പടച്ചവൻ്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതിക്കൊണ്ട് ക്ഷമയോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. അത് ഉസ്താദ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മോട് കാണിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, ഒരു മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലുള്ള മരണത്തിന് വേണ്ടിയിട്ടായിരിക്കും. അത്തരത്തിൽ നല്ലൊരു ദിവസം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇശാഇന് തൊട്ടു മുമ്പാണ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ മാതാവ് മരണപ്പെട്ടു പോകുന്നത്. നമുക്കൊരു മുഗ്മിനായ ഒരു ഉമ്മയുടെ വിജയമെന്നത് തനിക്കുണ്ടാകുന്ന മക്കളെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ദീനി വിജ്ഞാനമുള്ള നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്തിയെടുക്കുക എന്നതാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സാറാ ബീവി എന്ന ഈ ഉമ്മ ദുനിയാവിൽ പൂർണ്ണ വിജയം കൈവരിച്ച ഒരു മാതാവാണ് എന്ന് നിസ്സംശയം പറയാം. തൻ്റെ മക്കളെയെല്ലാം ദീനി വിജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ വഴി നടത്താൻ അവർ കാണിച്ച ആർജവമാണ് ഇന്ന് നാം കാണുന്ന സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ പോലെയുള്ള മതപണ്ഡിതന്മാരെ ഈ സമൂഹത്തിന് സമ്മാനിച്ചത്. സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൗഷാദ് ബാക്കവി ഉസ്താദ് സമൂഹമാധ്യമത്തിൽ കുറിച്ചൊരു പോസ്റ്റിൽ പറഞ്ഞതിങ്ങനെയാണ്: വ്യക്തിപരമായി എനിക്ക് ഏറെ അടുപ്പമുള്ള കുടുംബത്തിലെ അത്യന്തം സാധുവും സ്നേഹനിധിയുമായ ഉമ്മയായിരുന്നു അവർ. സ്വന്തം മക്കളെയെല്ലാം ദീനി വിജ്ഞാനത്തിൽ വളർത്തി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പണ്ഡിതന്മാരും പ്രഭാഷകരുമായി വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അനുഗ്രഹീത മാതാവായിരുന്നു സാറ ഉമ്മ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, മക്കളെ ദീൻ പഠിപ്പിക്കാനും അവരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പ്രഭാഷകരും പണ്ഡിതന്മാരുമായി വാർത്തെടുക്കാനും ആ ഉമ്മ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ടാകും. രാത്രികളിൽ ആ ഉമ്മ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി എത്രമാത്രം കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ടാകും. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് കേരളക്കരയും ലോകമെമ്പാടുമുള്ള മലയാളികളും കേൾക്കുന്ന സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ഓരോ ദീനി പ്രഭാഷണങ്ങളും. സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാവുകയില്ല. മരണത്തെക്കുറിച്ചും ഖബറിലെ ജീവിതത്തെക്കുറിച്ചും പരലോകത്തെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ചും കണ്ണീരോടുകൂടി പ്രഭാഷണം നടത്തുന്ന ഉസ്താദിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു പോകും. വേദികളിൽ നിന്ന് വേദികളിലേക്ക് അള്ളാഹുവിനെ ദീൻ പറയാൻ ഉസ്താദ് ഓടുമ്പോൾ നാട്ടിൽ പത്തനാപുരത്ത് വീട്ടിലിരുന്നു കൊണ്ട് ആ മകന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആ ഉമ്മയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയൊരു പണ്ഡിതനെ വളർത്തിയെടുത്ത സാറാ ബീവി എന്ന ഉമ്മയ്ക്ക് നാളെ അള്ളാഹുവിൻ്റെ പക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആ ഉമ്മാക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ.